നമസ്കാരം എല്ലാവർക്കും നോട്ട്സ് ഓഫ് ഈസിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ദിവസത്തെ PYQ ചലഞ്ചിൻ്റെ 11ാമത്തെ ദിവസമാണ്. നമ്മൾ 10 ദിവസം കൊണ്ട് ഏകദേശം 400-ലധികം മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് നമ്മളുടെ 11ാമത്തെ ക്ലാസ് ആണ്. റെഡിയല്ലേ? ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് എത്രയാണ്? 174/2024. ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ഗാന്ധിജി ഇന്ത്യയില് നേതൃത്വപരമായി പങ്കുവച്ച ആദ്യ സമരം, ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 സമരങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ബീഹാറിലെ നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ സമരമാണ്. രാജ്കുമാർ ശുക്ലയുടെ ക്ഷണപ്രകാരമാണ് ഗാന്ധിജി ചമ്പാരൻ എത്തിയത്. ഇത് ആദ്യത്തെ നിയമലംഘന സമരം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ 1917 ചമ്പാരനിലെ, ബീഹാറിലെ ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇനി അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം നടന്ന വർഷം ഏതാണ്? തൊട്ടടുത്ത വർഷം അല്ലെ, 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സമരം നടന്നത്. അതുപോലെ തന്നെ ഗേഡ സമരം നടന്നത് 1918 ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നിസ്സഹകരണ സമരത്തിന്റെ വർഷം ഏതാണ്? 1920 അല്ല. അപ്പൊ ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങൾ നിങ്ങൾ പഠിച്ചോളണം കേട്ടോ. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. റൗലത്ത് നിയമം. റൗലത്ത് നിയമമാണ് 1919 ബ്രിട്ടീഷ് ഇന്ത്യയുടെ കരി നിയമം എന്നറിയപ്പെടുന്ന റൗലത്ത് നിയമമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണം. ഈ നിയമപ്രകാരം എന്തായിരുന്നു? വിചാരണ കൂടാതെ ആരെയും അറസ്റ്റ് ചെയ്യാനും തടവിലിടാനും ഒക്കെ അനുവാദമുണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഏതാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. നാലാമത്തെ ചോദ്യം, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധമില്ലാത്തതാരാണ്? ഓപ്ഷൻ ഡി ആണ്. ഉദ്ധം സിംഗ് ആണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നതിന് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെന്നാണ് ചോദിച്ചത്. എത്ര വട്ടമേശ സമ്മേളനങ്ങളായിരുന്നു നടന്നത്? 3 വട്ടമേശ സമ്മേളനങ്ങളായിരുന്നു നടന്നത്. അതിന്റെ വർഷം എന്ന് പറയുന്നത് 1930, 31, 32 ഇങ്ങനെ 3 വർഷങ്ങളിലാണ് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്. ഈ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണെന്ന് അറിയോ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഡോക്ടർ BR അംബേദ്കർ. BR അംബേദ്കർ ആണ് ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി. ഇനി ഗാന്ധിജി പങ്കെടുത്തത് 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലായിരുന്നു. 1931 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. അടുത്തത് 6ാമത്തെ ചോദ്യമായിരുന്നു. ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. 6ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തായിരുന്നു. 7ാമത്തെ ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തതായിരുന്നു. ഓപ്ഷൻസ് തെറ്റായിരുന്നു. അടുത്തത്, നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. കോടതിയെ സമീപിക്കാനാവില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലേ. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. അതായത് ഇവ നടപ്പിലാക്കി കിട്ടുന്നതിനായിട്ട് പൗരന്മാർക്ക് കോടതിയെ സമീപിക്കാൻ അവകാശമില്ല. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഏത് ഭാഗത്താണുള്ളത്? ഭരണഘടനയുടെ 4ാം ഭാഗത്താണ് അല്ലെ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. ഓക്കെ അല്ലേ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള
ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, നമ്മുടെ ഇന്ത്യയാണ് അല്ലേ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. ഇതിലെ ബാക്കി ഓപ്ഷൻസിൽ അമേരിക്കയുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടനയാണ്, ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനകളിൽ ഒന്നാണ്. 7 ആർട്ടിക്കിളാണ് ഉള്ളത്. അടുത്തത് 10ാമത്തെ ചോദ്യമാണ്, പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? 4 ഓപ്ഷൻസിൽ എന്താണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല? ഓപ്ഷൻ ബി ആണ്, നിയമനിർമ്മാണം. 11ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതായിരുന്നേ. 12 ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഓപ്ഷൻ സി ആണ്, ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ തലവനായിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്തത് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആണ്, വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി അല്ലേ. കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ്. അടുത്തത് സമപന്തി ഭോജനം നടപ്പിലാക്കിയ നവോത്ഥാന നായകൻ. സമപന്തി ഭോജനം നടപ്പിലാക്കിയത് ആരാണ്? എന്റെ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കാണെങ്കിൽ ഓർമ്മയുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സമപന്തി ഭോജനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്താണ് ആദ്യം വരേണ്ടത്? വൈ സമം വൈ, വൈകുണ്ഠസ്വാമികൾ സമം വൈകുണ്ഠസ്വാമികൾ. അപ്പൊ സമപന്തി ഭോജനം നടത്തിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ്, വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയത്. അടുത്തത് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാരാണ്? ഓപ്ഷൻ സി ആണ്. ആരാണ്? ഓപ്ഷൻ സി ആണ്, വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് 1905 അഞ്ചുതെങ്ങിൽ നിന്നാണ് സ്വദേശി പത്രം ആരംഭിച്ചത്. ഇതിന്റെ ഉടമ വക്കം മൗലവി ആയിരുന്നു. ഈ പത്രം തിരുവിതാംകൂർ ദിവാനായ രാജഗോപാലാചാരി നിരോധിക്കുകയും കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടുകെട്ടിയ സമയത്ത് അത് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് നാടുകടത്തപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് എന്റെ നാടുകടത്തലുകൾ. VT ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കുകയാണെങ്കിൽ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാടായിരുന്നു. KP കേശവമേനോന്റെ പ്രത്യേകത എന്താണ്? മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരാണ് KP കേശവമേനോൻ. അടുത്തത് ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ഓപ്ഷൻ സി ആണ്, ബ്രസീൽ ആണ്. അടുത്തത് ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിൽ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുമ്പ് പദവിയിൽ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്, റെനിൽ വിക്രംസിൻഹയാണ്. അടുത്ത ചോദ്യം, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്, VP മേനോൻ. VP മേനോന്റെ ഗ്രന്ഥമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പോയിന്റ് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തില് സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൂടെ വലങ്കൈയായി പ്രവർത്തിച്ച മലയാളിയാണ് VP മേനോൻ അല്ലെ. പ്രധാന കൃതികളാണ് ദ സ്റ്റോറി ഓഫ് ദി ഇന്റഗ്രേഷൻ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഒറീസയുടെ ഗവർണറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് SCRT കൊടുത്തിട്ടുള്ളതാണ്. ഒറീസയുടെ ഗവർണറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ്? ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് അല്ലെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഇനി KM പണിക്കർ എന്താണ്? പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു അല്ലെ KM പണിക്കർ. അടുത്തത് PSC എപ്പോഴും ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ്, ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും. പഠിച്ചിട്ട് പോകണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവേ. അപ്പോൾ ഇരുമ്പുരുക്ക് ശാലകളും സഹായം നൽകിയ രാഷ്ട്രങ്ങളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് ഭിലായി ആണ്. ഭിലായി ഇരുമ്പുരുക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ ആണ്. രണ്ടാമത്തത് ബൊക്കാറോയാണ്. ബൊക്കാറോയ്ക്ക് ആരാണ് സഹായം നൽകിയത്? ബൊക്കാറോയ്ക്ക് സഹായം നൽകിയതും സോവിയറ്റ് യൂണിയൻ ആണ്. മൂന്നാമത്തത് റൂർക്കേലയാണ്. റൂർക്കേലയ്ക്ക് ആരാണ് സഹായം നൽകിയത്? റൂർക്കേലയ്ക്ക് ജർമ്മനിയാണ് സഹായം നൽകിയത്. നാലാമത്തത് ദുർഗാപൂർ ആണ്. ദുർഗാപൂരിന് ബ്രിട്ടൻ ആണ് സഹായം നൽകിയത്. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. A1, B2, C3, D4. അടുത്തത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 20ാമത്തെ ചോദ്യമാണ്. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം എവിടെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് 1979 സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് സ്ഥാപിതമായത്. ലക്ഷ്യം എന്തായിരുന്നു? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അടുത്തത് പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1986. 1986 രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, നവോദയ വിദ്യാലയങ്ങളൊക്കെ ഈ നയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനി ബാക്കി 3 വർഷങ്ങളില് 1968 എന്ന് പറയുന്നത് കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത് രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഡോക്ടർ DS കോത്താരി കമ്മീഷനാണ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്തത്. അടുത്തത് ലോക ഫുട്ബോൾ ദിനം എന്നാണ്. ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ്, മെയ് 25. മെയ് 25 ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? 2024 ആരായിരുന്നു? ഓപ്ഷൻ എ ആണ്, പ്രതിഭ റായ്. പ്രതിഭ റായ് ആണ് 2024 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ONV പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? പ്രഭാവർമ്മയ്ക്കായിരുന്നു കേട്ടോ. ആരാണ്? പ്രഭാവർമ്മ. അപ്പോൾ 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത്? ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം അക്ഷാംശം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അക്ഷാംശം എപ്പോഴും വടക്കിലാണ് പറയുന്നത്. അക്ഷാംശം എന്ന് പറയുന്നത് നമ്മുടെ 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെ എന്ന് പറയുന്നത് ശരിയാണ്. അത് നമ്മുടെ ശരിയായിട്ടുള്ള അക്ഷാംശമാണ്. അപ്പോൾ അപ്പോൾ ഓപ്ഷൻ ബി എന്തായാലും തെറ്റാണെന്ന് മനസ്സിലായി അല്ലേ? ഇനി രേഖാംശം 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് വരെ. രേഖാംശം എപ്പോഴും പറയുന്നത് കിഴക്കിലാണ്. നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ രേഖാംശവും അക്ഷാംശവുമായിട്ട് ബന്ധപ്പെട്ട് എയും സിയുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് തെറ്റുത്തരമാണ് വേണ്ടത്. അപ്പോൾ തെറ്റേതാണ്? തെറ്റുത്തരം വരുന്നത് ബിയും ഡിയും ആണ്. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഡി ആണ് തെറ്റായിട്ടുള്ളത്. 26ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സിയാച്ചിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി. ഇത് ഏത് പർവ്വതനിരകളിലാണെന്നറിയോ? കാരക്കോറം പർവ്വതനിരകളിലാണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത്. 3ാം ധ്രുവം അല്ലെങ്കിൽ 3rd പോൾ എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ സിയാച്ചിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ
യുദ്ധഭൂമിയാണ്. കാരക്കോറം പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാം ധ്രുവം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇനി ഒരു ഓപ്പറേഷൻ മേഘദൂതം എന്ന് പറഞ്ഞ ഒരു പീസ് ചോദിച്ചിട്ടുണ്ട്. 1984 സിയാച്ചിൻ പിടിച്ചടക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ഓപ്പറേഷൻ മേഘദൂത് 1984 വർഷമൊന്നും ഓർത്തിരിക്കണ്ട. ഈ ഓപ്പറേഷൻ മേഘദൂത് എന്തിനായിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഓപ്ഷൻസിൽ പാമീർ പർവ്വതത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാമീർ പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണ്? ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് പാമീർ പീഠഭൂമി. ഇനി മൗണ്ട് കേറ്റു എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇത് രണ്ടും ഒന്ന് ഓർത്തു വെക്കുക. ഇനി 27ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തായിരുന്നു. 28 ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാന കണ്ടെത്തുക. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതയായിട്ട് ബന്ധപ്പെട്ട ഒറ്റയാന കണ്ടെത്താനാണ്. അപ്പൊ ഇതിൽ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഒറ്റയാൻ? ഓപ്ഷൻ ബി ആണ് അല്ലെ, ഹിമാലയമാണ് ഒറ്റയാനായിട്ടുള്ളത്. ബാക്കി ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, തീരസമതലം, ദ്വീപുകൾ ഇതൊക്കെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ്. ഹിമാലയം എന്ന് പറയുന്നത് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് അല്ലെ. അടുത്തത് 29ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തതാണ്. 29 PSC ക്യാൻസൽ ചെയ്തതാണ്. അടുത്തത് 30ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയേത്? കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അക്ഷാംശം 8 ഡിഗ്രി 18 മിനിറ്റ് വടക്ക് മുതൽ 12 ഡിഗ്രി 48 മിനിറ്റ് വടക്ക് വരെയാണ്. രേഖാംശം 74 ഡിഗ്രി 52 കിഴക്ക് മുതൽ 77 ഡിഗ്രി 22 മിനിറ്റ് കിഴക്ക് വരെയാണ്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തരംതിരിക്കാം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളും ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത് സൂചനകളിൽ നിന്നും പ്രദേശം തിരിച്ചറിയുക. 3 സൂചനകൾ തന്നിട്ടുണ്ട്. പ്രദേശം ഏതെന്നാണ് തിരിച്ചറിയാൻ പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ സൂചന, പശ്ചിമഘട്ടത്തിന്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത. 2, ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. 3, ഇതിലേറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അപ്പോൾ ഈ സൂചനകളിൽ നിന്ന് ഏതാണ് പ്രദേശം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഏതാണ്? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 32ാം ചോദ്യം, കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയതാദ്യം എന്ന ക്രമത്തിൽ പട്ടികപ്പെടുത്തുക. കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന ക്രമത്തിൽ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 5 നദികൾ തന്നിട്ടുണ്ട്. കല്ലടയാറ്, ചാലിയാറ്, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. കല്ലടയാറ്, ചാലിയാറ്, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. ഏറ്റവും നീളം കൂടിയ ഇതിനായിരിക്കും ഭാരതപ്പുഴയ്ക്കാണ്. ഭാരതപ്പുഴയാണ്. കാരണം നമ്മുടെ കേരളത്തിലെ നീളം കൂടിയ 2ാമത്തെ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ്. 2ാം സ്ഥാനത്തുള്ളത് ഭാരതപ്പുഴയാണ്. അപ്പൊ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത്? ഏതാണ് ആദ്യം വരുന്നത്? കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയാണ് ആദ്യം വരുന്നത്. 2ാമത് ഇതായിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് പമ്പ അല്ലെ. ഭാരതപ്പുഴ വന്നു, പമ്പ വന്നു, പിന്നെ എന്താണ്? ചാലിയാറ്. അത് കഴിഞ്ഞിട്ട് കടലുണ്ടിയും പിന്നെ ലാസ്റ്റ് ആണ് കല്ലടയാറും വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, കടലുണ്ടി, കല്ലടയാറ്. ആദ്യത്തെ 3 ഓക്കെ ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടിയല്ലേ. അപ്പോൾ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറ്. 2ാം സ്ഥാനം ഏതാണ്? ഭാരതപ്പുഴ. അപ്പൊ നമ്മൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചുക. പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. ഇതാണ് കേരളത്തിലെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആദ്യത്തെ 4 നദികൾ അല്ലേ. അടുത്തത്, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ്? അപ്പോൾ 4 നദികൾ തന്നിട്ടുണ്ട്. മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഇതിലെ ചെറിയ നെയ്യാർ. അപ്പൊ ഇതിൽ ഏതാണ് ഒറ്റയാൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, നെയ്യാറാണ്. എന്തുകൊണ്ടാണ്? നെയ്യാർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നദികളാണ്. ബാക്കി 3ഉം കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിലെ നദികളാണ്. മഞ്ചേശ്വരം പുഴയും ഉപ്പളയും ഷിറിയയും. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ഓപ്ഷൻ സി ആണ്, നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 3 ആണ് കേരളത്തിൽ കൂടി ഒഴുകുന്ന ദേശീയ ജലപാത.
അടുത്തത് കേരളത്തിലെ വൈദ്യുത പദ്ധതികളും ജില്ലകളും ഒറ്റയാനെ കണ്ടെത്തുക. കേരളത്തിലെ ജില്ലകളിലും ഒറ്റയാനെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സിയാൽ പദ്ധതി എറണാകുളം. കാരണം സിയാൽ എന്ന് പറയുന്നത് അതൊരു വൈദ്യുത പദ്ധതിയല്ല, അതൊരു സൗരോർജ പദ്ധതിയാണ്, സോളാർ പദ്ധതിയാണ് സിയാൽ എന്ന് പറയുന്നത് കേട്ടോ. ബാക്കിയെല്ലാം ജലവൈദ്യുത പദ്ധതികളാണ്. 36ാമത്തെ ചോദ്യം, കേരളത്തിലെ നിലവിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പുതിയ മന്ത്രിസഭ ഭരണത്തിൽ വന്നു. ആരാണ് നമ്മുടെ നിലവിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? ആരാണ്? വി അബ്ദുൾ ഗഫൂർ ആണ് നിലവിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഓപ്ഷൻസ് നോക്കിയാലോ. 2 സൂചനകളാണ് തന്നിട്ടുള്ളത്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. ഇത് ഏതാണ്? കിട്ടിയല്ലേ? ഓപ്ഷൻ സി ആണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെയാണ്? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ഇതുണ്ടോ, ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളുടെയും സംരക്ഷണ കേന്ദ്രമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്തത്, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഓപ്ഷൻ സി ആണ്, വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ. 39ാം ചോദ്യം, കേരളത്തിലെ പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിലാണ് നടന്നത്? ഓപ്ഷൻ എറണാകുളം ജില്ലയിലാണ് നടന്നത്. എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ് നടന്നത്. 40ാം ചോദ്യം, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ്. കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പോർട്ടലിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ്, കതിർ ആപ്പ്. എന്താണ്? കതിർ ആപ്പാണ് കർഷകർക്കുള്ള ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടൽ. അടുത്തത് 42ാമത്തെ ചോദ്യമാണ്. ഓൾറെഡി നമ്മൾ 40 ചോദ്യങ്ങൾ പറഞ്ഞു, പക്ഷേ ആ 40 ചോദ്യങ്ങളിൽ ഒരു 5 ക്വസ്റ്റ്യൻസോളം എന്തുണ്ടായിരുന്നു? ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 40 ചോദ്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേറൊരു എക്സ്ട്രാ 5 ചോദ്യം കൂടി നോക്കാം. പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? പാരീസ് 2024 ഒളിമ്പിക്സിലെ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 89.45 മീറ്റർ. ഇനി യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. യുണൈറ്റഡ് നേഷൻ്റെ മാനവ വികസന സൂചിക പ്രകാരം 2022 ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത്? ഓപ്ഷൻ ബി ആണ്, 134ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. 44 ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ബുധനാണ് ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം. സൗരയൂഥത്തിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണ് ബുധൻ. അടുത്തത്, സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി എന്താണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്, ഹിന്ദുസ്ഥാനി സംഗീതം. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ജവഹർലാൽ നെഹ്റു. ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ 40 ചോദ്യങ്ങൾ. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത 40 ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്